സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തിരുവമ്പാടി മണ്ഡലത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കായി ചുവരെഴുത്ത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ചുവരെഴുത്ത് തുടങ്ങിയത്. സ്ഥാനാർത്ഥിയുടെ പേര് എഴുതാനുള്ള സ്ഥലം ഒഴിവാക്കി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചിഹ്നവും മറ്റു വാചകങ്ങളുമാണ് ചുവരെഴുത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. തിരുവമ്പാടി എം.എൽ.എ. ലിൻഡോ ജോസഫ് മണ്ഡലത്തിൽ എൽ.ഡി.എഫിനായി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിവരുമ്പോഴാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പേരില്ല ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടത്. തിരുവമ്പാടി മണ്ഡലത്തിലെ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാക്കുക എന്നതാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായാണ് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് മഹിളാ അസോസിയേഷൻ ചുവരെഴുത്ത് ആരംഭിച്ചത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ചുവരിൽ പേരെഴുതി ചേർക്കും. സ്ഥാനാർത്ഥി ആരായിരുന്നാലും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വിജയിക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെ മണ്ഡലത്തിൽ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. അതുമായി ബന്ധപ്പെട്ട ആളുകൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ആ സ്ഥാനാർത്ഥി ആരാണോ അവരുടെ പേരെഴുതാനും കൂടിയുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രചരണം തുടങ്ങിയിരുന്നത്. തിരുവമ്പാടി മണ്ഡലത്തിലെ 18 അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വില്ലേജ് കമ്മിറ്റികളും ചുവരെഴുത്ത് പ്രചാരണം നടത്തിവരുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.